ഗോട്ടിനേക്കാളും കൊള്ളാം. ആക്ച്വലി ഞാൻ സൂര്യ ഫാനാണ്, എന്നാലും ഗോട്ടിനേക്കാളും കൊള്ളാം. ആലോചിക്കായിരുന്നു, കമൽഹാസൻ വീണു, രജനീകാന്ത് വീണു, ധനുഷ് വീണു, വിജയ് ഓൾമോസ്റ്റ് വീണു, വിക്രം വീണു, ഇതാ ഇപ്പം സൂര്യൻ വീണു. ഇനി ആ കൂടെ ഉള്ള ഇനി ഹോപ്പ് അജിത് കുമാർ മാത്രമാണ്. 2.5 മണിക്കൂർ സത്യം വയ്യ. ഹിസ്റ്ററിക്കൽ നെറേറ്റീവ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായി, പക്ഷേ ഓവർലാപ്പ് വർക്ക് ആയിട്ടില്ല. ഡെഡ്പൂൾ ആ ലെവലൊക്കെയാണ് അവർ ചിന്തിച്ചിരിക്കുന്നത്. ഇല്ല, കൊള്ളൂല കേട്ടോ. അതായത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം, വലിയ പ്രതീക്ഷ ഹൈപ്പൊന്നും ഇല്ല, എന്നാലും അത്ര ആവറേജ് കണ്ടുകൊണ്ടിരിക്കാം. കൊള്ളായിരുന്നു. വളരെ മോശം ചേട്ടാ പടം. ഇല്ല കൊള്ളൂല പടം. കണ്ടതിൽ ഈ ഇടക്കാലത്ത് കണ്ടതിൽ വെച്ച് വളരെ മോശപ്പെട്ട പടം. അവരെന്താണ് ഉദ്ദേശിക്കണതെന്ന് പോലും അറിയില്ല. വളരെ മോശം. നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്ക്. ബിഗ് ബഡ്ജറ്റ് പടമാണ്, പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങൾ കണ്ടിട്ട് 2.5 മണിക്കൂർ സത്യം വയ്യ, തീർന്നു. സൂപ്പറായിരുന്നു പടം. ബ്രോ പടം ബ്രോ അടിപൊളി പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പിൻ്റെ അത്ര ഇല്ല, സത്യത്തിൽ ഹൈപ്പിൻ്റെ അത്ര ഇല്ല, പക്ഷേ അടിപൊളി പടം. ഈ ഡെഡ്പൂൾ ആ ലെവലൊക്കെയാണ് അവർ ചിന്തിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വേറൊരു രീതിയിൽ എടുത്തതേ ഉള്ളൂ. ഗോട്ടിനേക്കാളും കൊള്ളാം. ആക്ച്വലി ഞാൻ സൂര്യ ഫാനാണ്, എന്നാലും ഗോട്ടിനേക്കാളും കൊള്ളാം. ഒരു കൺഫ്യൂസിങ് ആണ്, നമുക്ക് ഒന്നും മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞ സിനിമയൊന്നും. പിന്നെ ഓവർ സൗണ്ടാണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ BGM കൊള്ളായിരുന്നു, സൂര്യയുടെ പെർഫോമൻസ് കൊള്ളായിരുന്നു, അല്ലാണ്ട് സിനിമയിൽ പറയാനൊന്നുമില്ല. അവസ്ഥ തലവേദന എടുക്കുന്നത്. ഓവർ സൗണ്ട് ഞാനല്ലോ, ഓവർ സൗണ്ടായിരുന്നു. ബട്ട് സൂര്യ 44 നമുക്ക് പ്രതീക്ഷിക്കാം. സെക്കൻഡ് ഹാഫ് ഇസ് ഗുഡ്. ആസിൻ ഒരു ഹിസ്റ്ററിക്കൽ നെറേറ്റീവ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായി, പക്ഷേ ഓവർലാപ്പ് വർക്ക് ആയിട്ടില്ല. ഹി വാസ് എനർജറ്റിക് ത്രൂ ഔട്ട്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഉറങ്ങി, സെക്കൻഡ് ഹാഫ് ചിരിക്കാനേ ഉള്ള വായൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫ് സീരിയസ് ആണെങ്കിലും ചിരിക്കാം, അത്രേ ഉള്ളൂ പറയാം. മൂവി ഓവറോൾ ഭയങ്കര മോശം, ഭയങ്കര വലിയ ലെറ്റ് ഡൗൺ. സിനിമാറ്റോഗ്രാഫിയും പ്രൊഡക്ഷൻ ഡിസൈൻ അതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതുവഴി സ്റ്റോറി ഒന്നുമില്ല. സ്ക്രിപ്റ്റ് ഐ ഡോണ്ട് നോ വൈ ഇത്രയും 300-350 കോടി രൂപ കൊടുത്ത് എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ബേസിക്കലി ഞാൻ ആലോചിക്കായിരുന്നു, കമൽഹാസൻ വീണു, രജനീകാന്ത് വീണു, ധനുഷ് വീണു, വിജയ് ഓൾമോസ്റ്റ് വീണു, വിക്രം വീണു, ഇതാ ഇപ്പം സൂര്യൻ വീണു. ഇനി ആ കൂടെ ഉള്ള ഇനി ഹോപ്പ് അജിത് കുമാർ മാത്രമാണ്. ഇനി അതും കൂടെ അതിൽ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ തമിഴ് ഇൻഡസ്ട്രി ഇങ്ങനെ അവർ പൈസ സ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. എനിക്കൊന്ന് ഇടക്കാല ആശ്വാസമായിട്ട് ശിവകാർത്തികൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പൈസ ചുമ്മാ ഈ 300-400 കോടി രൂപയ്ക്കൊന്നും ഒരു ഇതില്ലേ. എത്ര നോക്കിയാലും രാജമൗലിയുടെ 7 അയലത്ത് ആർക്കും എത്താൻ പറ്റുന്നില്ല. അതിനൊക്കെ കമ്മിറ്റ്മെൻറ്റും സമയമൊക്കെ വേണം. 3-4 വർഷമൊക്കെ എടുത്ത് ഉണ്ടാക്കുന്ന സിനിമയും ഒരു വർഷത്തേക്കൊക്കെ ഉണ്ടാക്കുന്ന സിനിമയും തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്ത് ചെയ്തിട്ടും സൂര്യയുടെ പെർഫോമൻസൊക്കെ എനിക്കൊന്ന് സൂര്യയുടെ വേഴ്സ്റ്റ് പെർഫോമൻസ് ടിൽ ഡേറ്റ്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഫിലിം തീർന്നു, ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഫിലിം തീർന്നു. ബോബി ഡിയോളിനൊക്കെ കൊണ്ടുവന്നിട്ട് ഇത്രയും വലിയൊരു വില്ലനൊക്കെ കൊണ്ടുവന്നിട്ട് നിമിഷ നേരത്തിലൊക്കെയാണ് അവസാനം ക്ലൈമാക്സ് ഒക്കെ തീരുന്നത്. ഭയങ്കര ലെറ്റ് ഡൗൺ. ശിവ മറ്റ് നോർമൽ സിനിമ എടുക്കുന്ന പോലെയൊക്കെ വലിയൊരു സിനിമ എടുത്തിട്ട് പക്ഷേ കാണാനൊക്കെ നല്ല രസമുണ്ട്. ഈ സിനിമ കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അത് പക്ഷേ ഈ 2.5 മണിക്കൂർ കാണാനുള്ള പേഷ്യൻസ് കാണുമില്ല എന്നുള്ള കാര്യം അറിയില്ല. TV വിലൊന്നും കണ്ടിട്ട് ഒരു കാര്യമില്ല. ആൻഡ് ബാക്കിയുള്ള ഞാൻ പറഞ്ഞു, ടെക്നിക്കലി ഇറ്റ് ലുക്സ് ഗുഡ്, സിനിമാറ്റോഗ്രഫി മറ്റേതൊക്കെ ഇറ്റ് ലുക്സ് ഗുഡ്, ബട്ട് എൻ്റയർ ഒരു മൂവിക്ക് ഒരു പ്ലോട്ട് ഇല്ല. ഇറ്റ്സ് ലൈക്ക് ആബ്സല്യൂട്ട് ലെറ്റ് ഡൗൺ.